ഹായ് ഫ്രണ്ട്സ്, ബഡിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിങ് മെത്തേഡായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ചെയ്തു പോയി, വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഒരു മെർജിങ് മെത്തേഡാണ്. സ്ട്രോക്ക് എന്നും പറയും, വൺ സൈഡ് സ്ട്രോക്ക്, ഔട്ടർ സ്ട്രോക്ക്, വൺ സൈഡ് സ്ട്രോക്ക് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഞാൻ ഡിസൈൻ ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റെഡ് തന്നെയാണ് കേട്ടോ, റെഡ് പെയിൻ്റാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യണത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഏത് പോർഷനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പെറ്റലിനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പെറ്റലിനെ നമ്മൾ പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കണത്. കുറച്ച് തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു 90 ഡിഗ്രി ലെവലിൽ നമ്മുടെ ബ്രഷ് പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് നമ്മുടെ ഔട്ട്ലൈനിൽ നിന്ന് പെയിൻറ്റിനെ ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കുക. ഡ്രൈ ആവണേറ്റ് മുൻപ് തന്നെ ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മെർജിങ് ചെയ്യണത്. ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് തന്നെ, കൂടുതൽ പെയിൻറ്റൊന്നും നമ്മൾ എടുക്കണില്ല, ഔട്ട്ലൈൻ വരച്ച പെയിൻറ്റ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പെയിൻറ്റ് നമ്മൾ ഔട്ട്ലൈനിൽ എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡിസൈനിൽ ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെയിം മെത്തേഡ് നമ്മൾ വേറെ ബ്രഷിൽ വേറെ പെയിൻ്റൊന്നും ആക്കി കൊടുക്കണില്ല കേട്ടോ. ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ വലിച്ച് ഇറക്കി ചെയ്യണേ ഉള്ളൂ. നമ്മൾ പെയിൻറ്റ് എടുക്കാതെ തന്നെ ഔട്ട്ലൈനിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഉള്ളിലത്തേക്കൊക്കെ ഫില്ലാക്കാനുള്ളത്. ആ ഒരു ഷെയ്ഡ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡിസൈനിലത്തെ ലാസ്റ്റ് പെറ്റൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു സിംഗിൾ പെറ്റലായിട്ടാണ് വരുന്നത്. ഒരൊറ്റ അതിൽ തന്നെ വരച്ച് കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതിനെ മെർജ് ചെയ്യുമ്പോൾ ഫുള്ള് ഈ ഒരു പോർഷനിലേക്ക് വരുന്ന രീതിയിൽ വേണം മെർജ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതാണ് നമ്മുടെ പെറ്റൽസ് കംപ്ലീറ്റ്. ഇനി നമുക്കിതിന് തണ്ടുകൾ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രീൻ കളറാണ് കേട്ടോ എടുക്കണേ. അപ്പം നമ്മൾ തണ്ടും ഇതുപോലെ ചെറിയ 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 ഇലകൾ വന്നിട്ട് നിൽക്കില്ലേ, അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. പോയിൻറ്റഡ് തന്നെയാണ് കേട്ടോ, കുറച്ചൊരു ഹാർഡായിട്ടുള്ള പോയിൻറ്റഡാണ്. അതിൽ നിന്ന് ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് വലിച്ചു വിടണം. അപ്പോൾ എനിക്ക് ആവശ്യം ലീഫ് എവിടെയൊക്കെ വേണം, അല്ലെങ്കിൽ ആ ഒരു തണ്ടിൻ്റെ പോർഷൻ എവിടെയൊക്കെ വേണം, അതിനനുസരിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇതാണ് മെയിൻ തണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് ഇങ്ങനെ ലെങ്തി ആയിട്ട്
കൊടുത്തിട്ടുണ്ട്, ഡോട്ടല്ലാതെ. എന്നിട്ട് ഞാനിതിൽ ഈ ബ്രഷ് വെച്ചിട്ട് കണ്ടല്ലോ, ഇതിനെ ഈ തണ്ടിനെ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിൽ, അതായത് വലിയ തണ്ടുമേലേക്ക് വരുമ്പോൾ ആ ലൈറ്റായിട്ട് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഡോട്ട്സ് തന്നെ ഇവിടെ കുറച്ച് ഇതൊരു എന്താണ് ഫ്രീ ഹാൻഡ് സ്റ്റൈലായിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് കേട്ടോ, ഈ ഒരു മെർജിങ്ങിൻ്റെ ഒരു സ്റ്റൈൽ. വരച്ചിട്ടും ചെയ്യാം, പഠിക്കുമ്പോഴൊക്കെ നമ്മൾ വരച്ചിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബെഡ്ഷീറ്റോ പില്ലോ കവറോ ഒക്കെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഒരു ഡിസൈൻ വരച്ച് ചെയ്തോളണം അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം. അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും നമുക്ക് ജസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡോട്ടിന് നമ്മുടെ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ ഡോട്ട്സൊക്കെ ഇട്ട് നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാം. തൽക്കാലം ഞാനിപ്പോൾ ഇത്രേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇതാണൊരു ഔട്ടർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ടർ മെർജിങ്, സിംഗിൾ കളർ മെർജിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്കിതിനെ പേര് പറയാം. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത്. നമുക്ക് ശരിക്കും ഈ ഒരു ലൈൻസ് പോലെയാണ് കറക്റ്റ് വേണ്ടത്. അതെല്ലാ പെറ്റൽസിലും വന്നിട്ടില്ല, ചില പെറ്റൽസിലൊക്കെ നമുക്ക് നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ കറക്റ്റ് ആ ഒരു ലൈൻസിൻ്റെ അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ചിലയിടത്തൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്, ചിലയിടത്തൊക്കെ ഫ്ലോപ്പുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ചൊന്ന് കൈ യൂസായി വരുമ്പോഴാണ് നമ്മുടെ ബ്രഷ് പിടിക്കുന്ന രീതിയുമൊക്കെ കറക്റ്റായി വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പം ഇതുപോലെ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത വേറെ 1-2 പെയിൻറ്റിങ്സും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഔട്ടർ സ്ട്രോക്കാണ്. ഈ ഒരു പോർഷനൊക്കെ ശ്രദ്ധിച്ചറിയാം. കറക്റ്റ് നമുക്ക് ആ ഒരു ലൈൻസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് ഡിസൈൻസ് ചെയ്ത് അതാക്കിയിട്ടായിരിക്കും അത് ചെയ്യേണ്ടാവുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും. ഈ ഒരു ലൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നമുക്ക് ആ ഷെയ്ഡിങ് പ്രോപ്പറായിട്ട് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഔട്ടറാണ്. ഇത് രണ്ടും കൂടെ ഇന്നർ ഷെയ്ഡിങ് ആണ്. അതായത് ഒരു ഫ്ലവറിൻ്റെ ആ ഉൾപോർഷനിൽ നിന്നാണ് ഷെയ്ഡിങ് പോണത്. ഇതിൽ വന്നിട്ട് നമ്മുടെ ഇതളുകളുടെ അറ്റത്തുനിന്ന് പുറത്തെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇത് ഇതളുകൾ തുടങ്ങുന്ന അതേ പോർഷനിൽ നിന്നാണ് ഈ ഒരു ഷെയ്ഡിങ് വന്നിരിക്കുന്നത്. അതുപോലെ ലീഫിൻ്റെ അതേ സെൻറ്ററിൽ നിന്ന് ഇതിന് ഇന്നർ ഷെയ്ഡിങ് ആണ് കേട്ടോ. ഈ ഒരു പിക്ചർ വരുന്നത് ഇന്നർ ഷെയ്ഡിങ് എന്നുള്ള മെത്തേഡാണ്. ഇത് വന്നിട്ട് ഇന്നർ ആൻഡ് ഔട്ടർ ഷെയ്ഡിങ്. ഈ ഒരു പെട്ടിലൊക്കെ ശ്രദ്ധിച്ചറിയാം, പുറത്തുനിന്നും ഉള്ളിൽ നിന്നും ഒരേപോലെ 2 സൈഡിൽ നിന്നും ഷെയ്ഡിങ്. ഇത് സിംഗിൾ കളറിലാണ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിൾ കളർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഒരു മെത്തേഡിലാണ് ഈ ഒരു 3 ഡിസൈൻസും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ
ഈ ഒരു മെത്തേഡ് എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഒരു 4-5 മെത്തേഡായിന്ന് തോന്നുന്നു. ഇതിപ്പോൾ 4-മത്തെയോ 5-മത്തെയോ മെത്തേഡാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അടുത്തൊരു മെത്തേഡായിട്ട് വരാം കേട്ടോ. ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഫാബ്രിക് പെയിൻറ്റിങ് വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.